നമസ്കാരം. കാസർഗോഡ് നഗരസഭ റിസൾട്ട് പരിശോധിച്ചാൽ മതി. ആർക്കൊക്കെ എവിടെയൊക്കെ ഭൂരിപക്ഷം ഉണ്ട് ആ സമുദായത്തിൽ പെട്ടെന്ന് ജയിക്കത്തുള്ളൂ. ഇനി സമുദായത്തിന് ഭൂരിപക്ഷം ഇല്ലാത്ത എവിടെ നിന്നാലും ജയിക്കത്തില്ല. അങ്ങനെ കേരളം പോകണോ? ഇന്ത്യയിലെ പല സ്റ്റേറ്റും അതിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മലപ്പുറത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചു വന്നവരുടെ പേരൊക്കെ എടുത്ത് വായിച്ചു നോക്ക്. എന്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി? അങ്ങനെ പോകാൻ പാടുണ്ടോ? കാസർഗോഡ് മുനിസിപ്പാലിറ്റി എടുത്തു നോക്ക്. അങ്ങനെ CPM-ലെ ഒരു ന്യൂനപക്ഷക്കാരനെ കൊണ്ട് തന്നെ ഇത് അവർ തുടങ്ങി വെച്ചിരിക്കുകയാണ്. ഈ സജി ചെറിയാൻ എന്ന ഈ മന്ത്രി പറഞ്ഞ ഈ പരാമർശത്തെ വർഗീയ പരാമർശമായിട്ടാണ് നമ്മുടെ ഇവിടുത്തെ മാപ്രകൾ ഇപ്പോൾ വരെ കണക്കാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു വർഗീയ പരാമർശമാണോ? CPM പോലും വളരെ വളരെ സുരക്ഷിതമായ രീതിയിൽ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ന്യൂനപക്ഷക്കാരനെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ അവരുടെ കൂട്ടത്തിൽ ഇത് പറയാൻ വേറെ ഭൂരിപക്ഷ സമുദായത്തിലുള്ള ആളുകൾ നേതാക്കളില്ലാത്തതുകൊണ്ടല്ല. പക്ഷേ ഇത്തരത്തിൽ വർഗീയ പരാമർശമായിട്ട് ഇതിനെ വിവക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സജി ചെറിയാനെ കൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വേറെ നിവൃത്തിയില്ലാതെ പറഞ്ഞു പോയതാണ്. ഇതൊരു വർഗീയ പരാമർശമല്ല, ഇതൊരു നഗ്നമായ സത്യം മാത്രമാണ് എന്ന് വൈകിയ വേളയിലെങ്കിലും CPM മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഇവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഇടതുപക്ഷമാണെങ്കിലും ശരി, വലതുപക്ഷമാണെങ്കിലും ശരി, നിങ്ങൾ എത്രയൊക്കെ ഈ ഇസ്ലാമിസ്റ്റ് പ്രീണനം നടത്തിയാലും, സുഡാപ്പി പ്രീണനം നടത്തിയാലും അവർ ആദ്യം തേക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഏറ്റവും ഒടുവിൽ തേക്കുന്നത് കോൺഗ്രസിനെ ആയിരിക്കും. സംശയമുണ്ടോ ആർക്കെങ്കിലും? എത്ര തെളിവുകൾ വേണമെങ്കിലും ഞാൻ തരുന്ന നോക്കണ്ട. നിങ്ങൾക്ക് മൊബൈൽ കയ്യിലുണ്ട്, നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ എന്ന് പറഞ്ഞൊരു സംസ്ഥാനം എടുക്കുക. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 1.5 പതിറ്റാണ്ടേ ആയിട്ടുള്ള അവിടെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറഞ്ഞൊരു പുതിയ പാർട്ടിയും കൂടെ വന്നു. ഇപ്പോൾ മമതാ ബാനർജി അവിടെ ഭരിക്കുന്നു. അതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും മാത്രം ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു ഈ പശ്ചിമ ബംഗാൾ. അവിടെ 27 മണ്ഡലങ്ങൾ, ശ്രദ്ധിച്ച് കേൾക്കണം, അവിടെ 27 മണ്ഡലങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലങ്ങളാണ്. പക്ഷേ ഇവിടെ ഒരെണ്ണത്തിൽ പോലും, ഒരൊറ്റ മണ്ഡലത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജയിച്ചിട്ടില്ല, കോൺഗ്രസ് പാർട്ടിയും ജയിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അതാണ് ചിന്തിക്കേണ്ടത്. അവർ ഈ രാജ്യം മുഴുവൻ ഇവർക്ക് വേണ്ടി ഇത്രയേറെ പ്രീണനം നടത്തുന്നു. അവർ വേട്ടക്കാരായി നിൽക്കുന്ന കേസുകളിൽ പോലും അവർക്ക് വേണ്ടി ഇവർ വാദിക്കുന്നു. എന്നിട്ടും അവർക്ക് ഭൂരിപക്ഷമുള്ള ഒരൊറ്റ മണ്ഡലത്തിൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയോ ഒരു കോൺഗ്രസ്സുകാരനെയോ അവർ ജയിപ്പിച്ചിട്ടില്ല. അവിടെയൊക്കെ ജയിച്ചത് തൃണമൂൽ കോൺഗ്രസ് ഒക്കെ ആയിരിക്കും. ഇനി വേറെ സംസ്ഥാനമാണ് നോക്കുന്നതെങ്കിൽ, നിങ്ങൾ ബീഹാർ നോക്കിയാൽ അല്ലെങ്കിൽ മഹാരാഷ്ട്ര നോക്കിയാൽ, അവിടെ ഇതുപോലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ ജയിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനോ ആയിരിക്കില്ല. ഒവൈസിയുടെയൊക്കെ ഒരു പ്രത്യേക പാർട്ടി ഉണ്ടല്ലോ, ഒവൈസി. ആ ഒവൈസിയുടെ പാർട്ടി പോലുള്ള പാർട്ടികളൊക്കെ ആയിരിക്കും അവിടെ ജയിക്കുന്നത്. അവിടെയും അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ വോട്ട് ചെയ്യാറില്ല. ആകെ ഇവർക്ക് ഈ പ്രീണനം കൊണ്ട് എവിടെയെങ്കിലും ഒരു നേട്ടം ഉണ്ടായിരുന്നുവെങ്കിൽ അത് കേരളത്തിൽ മാത്രമായിരുന്നു. അതിങ്ങനെ 5 വർഷം വെച്ച് 5 വർഷം മാറി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. അത് സ്വാഭാവികമായിട്ടും അവർക്ക് കിട്ടുന്നതാണ്. ഒരു പ്രീണനം നടത്തിയില്ലെങ്കിലും അവർക്ക് കിട്ടുന്നതായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എത്രയൊക്കെ പ്രീണിപ്പിച്ചിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ആ വോട്ട് നേരെ UDF-ലേക്ക് പോയിരിക്കുന്ന ഒരു കാഴ്ച, ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച, ഒരു യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് സജി ചെറിയാനെ പോലെ ഒരാളെ കൊണ്ട് അവർ ഈ പരാമർശം നടത്താൻ ഇപ്പോൾ ധൈര്യപ്പെട്ടത്. അവർക്കറിയാം ഇനി എത്രയൊക്കെ ഇവരെ പ്രീണിപ്പിച്ചാലും താൽക്കാലികമായിട്ട് തങ്ങൾക്ക് വോട്ട് കിട്ടും. അവർക്ക് മേധാവിത്വമാവുന്ന സമയത്ത് ആദ്യം തേക്കപ്പെടുന്നത് തങ്ങളായിരിക്കും, ആദ്യം അവർ തേക്കുന്നത് തങ്ങളെ ആയിരിക്കും എന്ന ബോധ്യം ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ വൈകിയെങ്കിലും മനസ്സിലായി കാണും. കോൺഗ്രസിന് കുറേ കാലം കൂടി അവർ സേഫാണ്. മുസ്ലിം ലീഗ് കുറച്ചുകൂടി ശക്തി ആർജിക്കും വരെ മാത്രം. അതിനുശേഷം കോൺഗ്രസിനും അവർ വോട്ട് ചെയ്യാതാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജിഹാദികൾ ആദ്യം തേക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെയും ഏറ്റവും ഒടുവിൽ തേക്കുന്നത് കോൺഗ്രസ്സുകാരെയായിരിക്കും. അതാണ് ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം. അവർക്ക് ഭൂരിപക്ഷമുള്ളവിടത്തൊന്നും അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ജയിപ്പിക്കത്തില്ല, കോൺഗ്രസിനെയും ജയിപ്പിക്കത്തില്ല. അവർ വേറെ, അതായത് അവരുടെ ആശയത്തോട് കുറേ കൂടെ ചേർന്ന് നിൽക്കുന്നവരെ ആയിരിക്കും അവർ ജയിപ്പിക്കുന്നത്. അതും അവരുടെ ആളുകളെ തന്നെയായിരിക്കും. അത് വളരെ നേർപ്പിച്ച് വെള്ളം ചേർത്ത് മാത്രം കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സജി ചെറിയാൻ പറഞ്ഞു വെച്ചേന്നേ ഉള്ളൂ. അത് വർഗീയ പരാമർശമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെപ്പറ്റി ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളിതിനെ ഒരു വർഗീയ പരാമർശമായിട്ട് കൂട്ടുന്നത്. സത്യം പക്ഷേ അതല്ല.